ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടില്ല കേട്ടോ. ഇന്നലെ തീരെ വയ്യായിരുന്നു. ജലദോഷവും തൊണ്ടവേദനയൊക്കെ ആയിരുന്നു. ചെറിയൊരു പനിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പം ഗുളിക കഴിച്ച് മാറിയിട്ടുണ്ട്. എങ്കിലും തൊണ്ടവേദനയും മൂക്കടപ്പും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ടൂർ പോയിട്ടുണ്ടായിരുന്നല്ലോ, സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന സ്ഥലത്ത്. സാമ്പ്രാണിക്കൊടി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അത് കൊല്ലം ജില്ലയിൽ ആണ് ആ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായൊരു സ്ഥലമാണ്. അവിടെ ടൂറ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇവിടെ നിന്ന് ഒരു 9:30 ഒക്കെ ആയപ്പം പോയി. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ നമ്മളവിടെ എത്തി. പിന്നീട് ബോട്ടിൽ നമ്മൾ ആ സാമ്പ്രാണിക്കൊടിയിൽ എത്തിയതിന് ശേഷം പിന്നെ വള്ളത്തിൽ കുറേ ദൂരം നമ്മളെ അഷ്ടമുടി കായലിൽ ചുറ്റി കാണിക്കാൻ കൊണ്ടുപോകും. ഒരു അരമണിക്കൂർ നേരം. വളരെ മനോഹരമായൊരു അനുഭവമാണ് അത്, അഷ്ടമുടി കായലിൽ കൂടെ ആ വള്ളത്തിലുള്ള യാത്ര. പക്ഷേ നമ്മൾ ഈ വെയിൽ കൊണ്ടത് കൊണ്ടായിരിക്കും. അന്നേരം തൊപ്പിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നേരത്തെ ഇതിൽ നമ്മൾ തൊപ്പിയൊന്നും വയ്ക്കത്തില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് തൊപ്പിയൊക്കെ വെച്ച്, ഇടയ്ക്ക് വെച്ചില്ല. അതൊക്കെ കൊണ്ടായിരിക്കും. ഇന്നലെ നല്ല ഒരു ജലദോഷവും പനിയൊക്കെ ആയിരുന്നു. അപ്പം അത് മാറിയിട്ടുണ്ട്. പിന്നെ വേറെ എന്താ പറയാനുള്ളത്? ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളായിട്ട് പറയാൻ, ടി വിയിൽ റാഗിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. റാഗിങ് എന്ന പേരിൽ എന്തൊക്കെയാണ് ഈ കുട്ടികൾ കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയാൻ വയ്യ. ഇത് സീനിയർ വിദ്യാർത്ഥികൾ ഈ കൊച്ചു കുട്ടികളെ പഠിക്കാൻ വരുന്ന 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികളെയൊക്കെ കൊണ്ടു ചെന്ന് ഇടിച്ചും അടിച്ചും ഒക്കെ ഒരു പരുവാക്കുമെന്ന് വെച്ചാൽ എന്ത്, ഓരോ രക്ഷകർത്താക്കളെ എന്ത് കഷ്ടപ്പെട്ടായി കുട്ടികളെ കോളേജിൽ പഠിക്കാൻ കൊണ്ടാക്കുന്നത്. അവർ ഈ റാഗിങ്ങിൻ്റെ പേരിൽ ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ച്, എന്ത് കോളേജ് സ്കൂൾ ദിവസങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്ത ദിവസങ്ങളാണ്. ആ കോളേജിലെ കാലഘട്ടവും അതേപോലെ സ്കൂൾ കാലഘട്ടവും ഒക്കെ. ആ സമയത്ത് ആ കുട്ടികൾ വളരെ പ്രതീക്ഷയോടായിരിക്കും പഠിക്കാൻ വരുന്നത്. ആ കൊച്ചുങ്ങളെ കൊണ്ടുപോയി ഇങ്ങനെ അടിച്ചു പിടിച്ചുമൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്തോ പറയേണ്ടത്. അത് ഇപ്പം ഈ ഇടയ്ക്കങ്ങ് വളരെ കൂടുതലായിട്ടാണ്. നേഴ്സിംഗ് കോളേജിൽ റാഗിങ്ങിൻ്റെ ദൃശ്യങ്ങൾ കണ്ടാൽ അതിനേക്കാളും ഭയങ്കര. പിള്ളേർക്കൊന്നും ഒരു മനസ്സിനൊരു ഇതില്ലാത്ത, അലിവില്ലാത്ത രീതിയിലാണ് കുട്ടികളെ ഉപദ്രവിച്ചേക്കുന്നത്. പണ്ടൊക്കെ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജിലും ഒക്കെ ആയിരുന്നു വലിയ റാഗിങ്ങായിട്ട് കേൾക്കുന്നത്. ഇപ്പോഴെന്തോ, ഇപ്പോൾ 8ാം ക്ലാസ് മുതൽ റാഗിങ്, സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തു, അടിക്കുകയോ ഇടിക്കുകയോ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ റാഗിങ്. പണ്ടൊക്കെ എന്തായിരുന്നു, നമ്മൾ കോളേജിലൊക്കെ പേര് ചോദിക്കും, അല്ലെങ്കിൽ പാട്ട് പാടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ തന്നെ നമുക്ക് മാനസികമായിട്ട് പേടിയാവുന്ന ഒരു കാര്യമായിരുന്നു. എന്നിട്ട് ഏതെങ്കിലും ഒരു കുട്ടിയുടെ കണ്ണ് നിറയുമോ അത് കരയുമോ എങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ ഈ സീനിയർ വിദ്യാർത്ഥികൾക്ക് പേടിയാണ്. പ്രിൻസിപ്പലിനോടെങ്ങാനും ചെന്ന് പറയുമോ എന്ന് പേടിച്ചിട്ട് ആ കുട്ടികൾക്കും പേടിയുണ്ട്. ഇത് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് ഒരു പേടിയില്ലാതെ വന്നിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. സത്യത്തിൽ ഈ റാഗിങ്ങിന് ചെയ്യുന്ന കുട്ടികളെ കോളേജിൽ നിന്ന് എന്തിനാ സസ്പെൻഷൻ കൊടുക്കുന്നത്? സസ്പെൻഷനേ കൊടുക്കരുത്. അവരെ ഒരു കോളേജിലും പഠിക്കേണ്ടാത്ത രീതിയിൽ ഡിസ്മിസ് ചെയ്തങ്ങ് വിടണം. ഇവന്മാർ പഠിക്കണ്ടിനി. എന്തിനാണ് പഠിക്കുന്നത്? പഠിക്കാൻ വന്നവരാണെങ്കിൽ ഇങ്ങനെ കുട്ടികളെ കൊണ്ടിട്ട് അടിക്കുകയും ഇടിക്കുകയും മർദ്ദിച്ച് ബ്ലേഡ് വെച്ച് കീറുകയൊക്കെ ചെയ്യും. അതൊക്കെ ചെയ്യാനായിട്ട് വരുന്നവർ, അവർ അങ്ങനെ അത്ര ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളവർ പഠിക്കുകയേ വേണ്ട. അപ്പോഴേ അവർക്ക് TC കൊടുക്കരുത് ഒരു കോളേജിലും. ഈ ഇന്ത്യയിലും ലോകത്ത് ഒരു സ്കൂൾ പോയി പഠിക്കാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് എഴുതി കൊടുത്തു വിടണം അവരുടെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റിൽ. എന്തിനാ ഈ കുട്ടികൾ ഇങ്ങനെ പഠിക്കാനാണെന്ന് പറഞ്ഞു വരുന്നത്? മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കുന്നതിന് ഒരു മര്യാദയില്ലാതെ അടിക്കുക, ചെവിയുടെ കർണപടമൊക്കെ അടിച്ച് പൊട്ടിക്കുക. ഇതൊക്കെ സിനിമയിൽ കണ്ടിട്ടാണോ? ഇനി കള്ളും കഞ്ചാവിൻ്റെ അമിത ഉപയോഗമാണോ? എന്തുവാന്ന് ആർക്കറിയാൻ പറ്റും? എന്തായാലും ഒരു സഹജീവിയോട് ഇത്രയും ക്രൂരമായി പെരുമാറുന്ന കുട്ടികളോട് ആ മെൻറ്റാലിറ്റി എന്തായിരിക്കുന്ന? എന്നിട്ട് അതൊക്കെ വീഡിയോ പിടിക്കുക, അത് ചിത്രീകരിക്കുക, അത് കണ്ട് ചിരിക്കുക. അവരൊന്നും പഠിക്കാനേ അല്ല വരുന്നത്. തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ ആ കുട്ടികൾ പഠിക്കാനേ അല്ല വരുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് വെറും സസ്പെൻഷൻ കൊടുത്താലെന്തോ 6 മാസം സസ്പെൻഷൻ. അത് കഴിയുമ്പോൾ വീണ്ടും ഈ കുട്ടികൾ കോളേജിൽ വരും. പിന്നെ ഈ പരാതി പറഞ്ഞ കുട്ടിക്ക് അവരെ വീണ്ടും ഉപദ്രവിക്കും. അവരുടെ കൂടെ നിന്ന കൂട്ടുകാരെ ഉപദ്രവിക്കും. പിന്നെ അതിനേക്കാളും ഉപദ്രവിക്കുകയാണോ, കൊല്ലുമല്ലേ ചെയ്യുന്നത്? ഇപ്പോൾ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞാൽ പൂക്കോട് വെറ്റിനറി സർവകലാശാല പഠിച്ച പയ്യൻ മരിച്ചിട്ട് ഇന്ന് 1 വർഷം തികയുന്ന ദിവസമാണ്. അതിൻ്റെ അമ്മയും അച്ഛനും അനുഭവിക്കുന്ന മാനസിക വിഷമം നോക്ക്. അതിപ്പോൾ ആർക്ക് പരാതി കൊടുത്തു? DIGക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? മരിച്ചുപോയ മകനെ നമുക്ക് തിരിച്ച് കിട്ടത്തില്ലല്ലോ. ഒരച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന വിഷമം വേറെ ആർക്കും മനസ്സിലാവത്തില്ലല്ലോ.
ഈ അടിക്കുകയും ഇടിക്കുകയും ചെയ്യുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്കൂടെ പറയാനുള്ളത്, എനിക്ക് ഇങ്ങനെയുള്ള പിള്ളേരെ ഇനി നിങ്ങൾ കോളേജിൽ വിടുകയേ ചെല്ലുന്നത്. എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇത്രയും ക്രിമിനൽ മെൻറ്റാലിറ്റി വളരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവരെ പഠിക്കണ്ട, അവരിനി പഠിക്കുകയേ വേണ്ട, കോളേജിലേ പഠിക്കുക. അവർ വല്ല ഗുണ്ടകളൊക്കെ ആയി തീരുന്നതാണ് നല്ലത്. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ. ഞാൻ പ്രിൻസിപ്പലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പിന്നെ ഒരു കോളേജിലും അവർക്ക് ചേരാൻ പറ്റാത്ത രീതിയിൽ TC കൊടുത്തു വിട്ടേൻ. ഇതിപ്പോൾ എന്തോ കുറച്ച് നാൾ കേസ് പറയും, കുറച്ച് ജയിലിൽ കൊണ്ടിടും, അത് കഴിയുമ്പോൾ അവർ നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഇറങ്ങി വരും. ഇപ്പം കണ്ടോണം, ഇനി ചെന്താമര എന്നൊക്കെ പറഞ്ഞ ആൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇറങ്ങുന്ന കണ്ടോണം ഇരിക്കുന്നത് എങ്ങനെയാണ്. ചപ്പാത്തിയും ചിക്കനും ഒക്കെ തിന്ന് നല്ല ആരോഗ്യവാന്മാരായിട്ടാണ് വീണ്ടും ഇറങ്ങി വരുന്നത്. പണ്ടായിരുന്നു ജയിലിൽ പോകുമ്പോൾ എല്ലാവർക്കും പേടി, ഗോതമ്പുണ്ട കഴിക്കേണ്ടി വരുമെന്നൊക്കെ. ഇപ്പം ഗോതമ്പുണ്ടേ അല്ല, എല്ലാവർക്കും ചപ്പാത്തിയും ചിക്കനും ആട്ടിൻ്റെ ഇറച്ചിയും ഒക്കെയാണ് കൊടുക്കുന്നത്. ഒരു മാനസിക സമ്മർദ്ദവും ഇല്ലാത്ത ആൾക്കാരുമാണ് ചെല്ലുന്നത്. അവിടെ വളരെ സുഖലോലുപതയിൽ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി വരിക ചെയ്യുന്നത്. ഈ റാഗിങ്ങിൻ്റെ നിയമങ്ങൾ ഇങ്ങനൊന്നും പോരാ, നല്ല കർശനമായിട്ട് നല്ല നിയമങ്ങളാക്കിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. പറയാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഒരുപാട് ദേഷ്യങ്ങൾ വരുന്നുണ്ട്. എൻ്റെ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് പേടിച്ച്, അതുകൊണ്ട് ഞാൻ കുറച്ചേ പറയുന്നുള്ളൂ. കുട്ടികളുടെ ആ ഓരോ രക്ഷകർത്താക്കളുടെയും കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരിനെ കുറിച്ച് നോക്കുമ്പോഴേ അതിൻ്റെ ഒരു വിഷമം നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾ ഈ സമൂഹത്തിൽ വളരാൻ യാതൊരു അർഹതയുമില്ല. അങ്ങനെയുള്ള കുട്ടികളെ ഇനി സൈക്കോളജിസ്റ്റിനെയോ ആരെങ്കിലുമൊക്കെ കാണിച്ച് അവരുടെ മനോനിലയിലുള്ള ആ വിഷമങ്ങൾ ഇതൊക്കെ മാറ്റിയെടുത്ത് അത് കഴിഞ്ഞ് അവരെ നല്ല രീതിയിൽ സമൂഹത്തിൽ വളരാൻ പറ്റുന്ന രീതിയിലാക്കിയെടുക്കുകയാണ് വേണ്ടത്. ഈ റാഗിങ്ങിന് ഇരയായ കുട്ടിയുടെ അവസ്ഥയൊക്കെ ഓർത്ത് ആ കുട്ടിക്ക് ഇനി കോളേജ് കാണുമ്പോഴേ പേടിയായിരിക്കും. ആ കുട്ടിയെ ഇനി എന്തെല്ലാം എന്ത് പറഞ്ഞ് മനസ്സിലാക്കി സമാധാനിപ്പിച്ച് വേണം നമ്മൾ വേറൊരു ഈ കോളേജിൽ ഇനി പഠിക്കാൻ പോലും ആ കുട്ടികൾക്ക് പേടിയായിരിക്കും. വേറെ കോളേജുകളിലൊക്കെ മാറ്റിയാലും അവിടെ ഇനി എന്താ സംഭവിക്കുന്നതെന്നൊരു പേടിയിൽ കുട്ടികളാകെ വിഷമത്തിലാവും. എല്ലാവരും ഇതിലൊരു ജാഗ്രത പുലർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഇതുപോലെ ഉള്ള വിഷമ വാർത്തകൾ കേൾക്കുമ്പോൾ പ്രതികരിക്കുന്നതേ ഉള്ളൂ, ഒന്നും തോന്നരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതുക. നമുക്ക് എല്ലാവർക്കും ഇതിനു വേണ്ടി പ്രതികരിക്കാനെങ്കിലും കഴിയണമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് പിന്നെ വേറെ എന്താ വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പറയുക. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഇന്നത്തെ ഇതിൽ. ഒന്നാമത് തൊണ്ടവേദന നല്ലോണം മാറിയിട്ടില്ല, ചുമയും വരുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഇനി നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.